മനുഷ്യൻ കുരങ്ങെന്ന് പരിണമിച്ചുണ്ടായതാണെങ്കിൽ ഇന്നും കുരങ്ങ് ബാക്കി വന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ കുരങ്ങെന്ന് വന്നതാണെന്ന് എവല്യൂഷൻ മനസ്സിലാവാത്ത മാഷങ്ങൾ പറഞ്ഞ് പറ്റിച്ചതാണ്. ശരിക്കും മനുഷ്യനും കുരങ്ങനും വരുന്നത് ഒരേ പൂർവികനിൽ നിന്നാണ്. ഇപ്പോഴത്തെ ചിമ്പാൻസി നമ്മളും 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വഴി പിരിഞ്ഞവരാണ്. ഓട്ടത്തിനിടയിൽ ഹോമോസാപ്പിയൻസിന്റെ കൂടെ നിയാൻഡർതാലൻസിസ്, ഹെബിലിസ്, ഇറക്ടസ്, ഫ്ലോറൻസിസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വഴിയിൽ എവിടെ വെച്ച് കൊഴിഞ്ഞുപോയി. അപ്പൊ അടുത്ത ചോദ്യം, നമുക്ക് മാത്രം ഇത്രയും ബുദ്ധി തന്നതാരാ? 20-30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പച്ചിലയിൽ നിന്ന് മാത്രം ആവശ്യത്തിന് ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയാതെ വന്ന മനുഷ്യൻ മാംസം കഴിച്ചേ തീരൂ എന്ന അവസ്ഥയിലേക്ക് വന്നു. വേട്ടയാടി പിടിക്കാനുള്ള കഴിവോ ശക്തിയോ ഇല്ലാത്ത പാവങ്ങൾ മറ്റ് ജീവികൾ തിന്നു ബാക്കി വെച്ച് എല്ല് തോരുന്ന മജ്ജയും തലയോട്ടി പൊളിച്ച് തലച്ചോറും തിന്നാൻ തുടങ്ങി. അതോടെ പ്രകൃതിയിൽ സാധാരണ കാണാത്ത ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന DHA പോലുള്ള മൂലകങ്ങൾ ലക്കും ലഗാനുമില്ലാത്ത ശരീരത്തിലേക്ക് കയറി തുടങ്ങി. നമ്മളും ചിമ്പാൻസും തമ്മിൽ 99% DNA സിമിലാരിറ്റീസ് ഉണ്ട്. കടുവയായിട്ട് 90, മുതലായിട്ട് 70, ഈവൻ ഈക്വളി ബാക്ടീരിയ ആയിട്ട് വരേണ്ട 20%. നമ്മളും ചിമ്പാൻസും തമ്മിലുള്ള പൊതുപൂർവികൻ ഉണ്ടായത് 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ ആയിട്ടുള്ള പൊതുപൂർവികൻ 300 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി പരിണാമത്തിന് തെളിവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് കൊറോണ പരിണമിച്ചത്. കോടിക്കണക്കിന് കോശങ്ങളുള്ള മനുഷ്യൻ പരിണമിക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഐ തിങ്ക് എന്ന് പറഞ്ഞ് ഡാർവിൻ വരച്ചിട്ട് ഈ എവല്യൂഷൻ ട്രീ ശരിയാണെന്ന് തെളിയിക്കാൻ ഇന്ന് ഫോസിൽ സ്റ്റഡിയേക്കാൾ കൂടുതൽ പട്ടിപ്പണിയെടുക്കുന്നത് ജെനറ്റിക്സ്, അനാട്ടമി, എംബ്രിയോളജി ഒക്കെയാണ്. അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ DNA ടെസ്റ്റ് വേണമെന്ന് വാശി പിടിക്കുന്ന നമ്മൾ അതേ ടെസ്റ്റ് ഒന്നും കൂടി നീട്ടിക്കഴിഞ്ഞാൽ ബാക്ടീരിയ വരെ നീളുന്ന പിതൃക്കളുടെ ലിസ്റ്റ് സംഘടിപ്പിക്കാവുന്നതാണ്.